ഹലോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലെയിൻ ചുരിദാറിൻ്റെ ടോപ്പിൽ ഞാൻ ചെയ്തൊരു ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. അത് കഴുത്തിന് ചുറ്റും സ്ലീവിൻ്റെ എൻഡിലുമാണ് ചെയ്തേക്കുന്നത്. ഇത് ബീഡ്സ് വെച്ച് മാത്രം ചെയ്തേക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. അതായത് ഷുഗർ ബീഡ്സും പിന്നെ ട്യൂബ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ലോങ് ആയിട്ടുള്ള ബീഡ്സ്, ഷുഗർ ബീഡ്സും ട്യൂബ് ബീഡ്സും വെച്ച് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കഴുത്തിന് ചുറ്റും പിന്നെ ഈ സ്ലീവുമ്മയും കൂടി ചെയ്യാനായിട്ടൊരു നമുക്കൊരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ഇപ്പോൾ ഈ എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വേറൊരു തുണിയിൽ നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഈ എംബ്രോയ്ഡറി വർക്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബീഡ്സ് വെച്ച് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമ്മളിതാ നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ ക്ലോത്ത് ആയതുകൊണ്ട് ബ്ലാക്ക് കളർ നൂലെടുത്തിട്ടുണ്ട്, സാധാരണ നൂല്. പിന്നെ ബീഡ് വർക്കിന് ഉപയോഗിക്കണ സ്മോൾ ഐ നീഡിലെടുത്തിട്ടുണ്ട്. ഇത് കടകളിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഇതാ ഷുഗർ ബീഡ്സ് ഉണ്ട്, കട്ട് ബീഡ്സ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഷുഗർ ബീഡ്സ് വെച്ചാണ്. അപ്പം അതിനായിട്ട് നമ്മളിതാ ഈ സൂചി നമ്മൾ തുണിയുടെ അടിയിൽ കൂടെ കുത്തി നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഷുഗർ ബീഡ്സിൽ നിന്ന് ഒരു ബീഡ് ഇതിലേക്ക് കോർക്കണം. എന്നിട്ട് നമ്മൾ ആ സെയിം പ്ലേസിൽ തന്നെ ഫിക്സ് ചെയ്യണം. നമ്മൾ സൂചി കുത്തിയെടുത്ത അതേ സ്ഥലത്ത് തന്നെ കുത്തിയിറക്കണം. പിന്നെ നമ്മളിതിന് ഇപ്പം ഒറ്റയ്ക്ക് ഒരു ബീഡ് കോർക്കുമ്പോൾ എപ്പോഴും നമ്മളത് ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി എടുത്ത് നമ്മളത് ഇവിടെ ലോക്ക് ചെയ്യണം. ഒന്നും കൂടി കുത്തി താഴേക്ക് എടുക്കും. ഓക്കെ, അപ്പം നടുക്കിലത്തെ ഷുഗർ ബീഡ്സായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡിൻ്റെ ചുറ്റുമായിട്ട് വീണ്ടും ഷുഗർ ബീഡ്സ് ഇങ്ങനെ റൗണ്ടായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ വരാനായിട്ട്. അപ്പം അതിന് നമ്മൾ 6 ഷുഗർ ബീഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ 6 ഷുഗർ ബീഡ്സ് എടുത്താൽ ഇതിൻ്റെ റൗണ്ട് കറക്റ്റാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമ്മൾ ആ പ്ലേസിലൊന്ന് കുത്തി കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഈ ഒരു നടുക്കിലത്തെ ഷുഗർ ബീഡിൻ്റെ ചുറ്റും ഇതിങ്ങനെ ഒരു ഫ്ലവർ പോലെ ഈ ബീഡ്സ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിവിടെ ഒരു 3-4 സ്ഥലത്ത് ഇതൊന്ന് കുത്തി കൊടുത്താൽ മതി. നമ്മൾ നന്നായിട്ടതൊന്ന് ചുറ്റും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് അവിടെ ഇരിക്കും, അത് പിന്നെ പൊന്തി പോരത്തില്ല.
അപ്പോൾ ഇതൊരു ചെറിയൊരു ഫ്ലവറായി, ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ചെറിയൊരു ഫ്ലവറായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും നമ്മൾ ട്യൂബ് ബീഡ്സ് ഇങ്ങനെ ഫിക്സ് ചെയ്യാണ്. 8 ട്യൂബ് ബീഡ്സ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു കണ്ടോ, ഈ ഇതിൽ പിടിപ്പിച്ചേക്കണ പോലെ നമ്മൾ 8 ട്യൂബ് ബീഡ്സ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനൊരു എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം ഇതിൻ്റെ മുകളിലായിട്ട് പിടിപ്പിക്കും. ഒരെണ്ണം മുകളിലായിട്ട് പിടിപ്പിച്ചു. ഇനി അതൊന്ന് അവിടെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും കൂടി ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഫിക്സ് ചെയ്യുക അവിടെ. ഇനി ഇതിൻ്റെ താഴെ താഴെ ഒരു ബീഡ്, അപ്പം മുകളിലൊരു ബീഡ്, താഴെ ഒരു ബീഡ്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബീഡ്. എല്ലാ ബീഡ്സും ഞാൻ ഒന്നും കൂടി ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അത് പിന്നീട് അത് അവിടെ അഴിഞ്ഞു പോവുകയോ ലൂസാവുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്താലും നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു ബീഡ് ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ 4 ബീഡ്സ് 4 സൈഡിലായിട്ട് ഫിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെയൊക്കെ മിഡിലായിട്ട് വീണ്ടും ഓരോ ബീഡ്സും കൂടി ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഡിസൈൻ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വേറൊരു എളുപ്പവഴി കാണിക്കുന്നത്. ഇപ്പം ഞാൻ ലോക്ക് ചെയ്യണില്ല, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിത് ഓരോ ഗ്യാപ്പിലും വെച്ച് പോവുക. എന്നിട്ട് അവസാനം നമ്മൾ ഇതെല്ലാം ഒന്നും കൂടി ഫിക്സ് ചെയ്യും, അതായത് ലോക്ക് ചെയ്യും. കണ്ടോ, ഇനി നമ്മൾ ഇത് രണ്ടാമത് ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് ഫിക്സ് ചെയ്താൽ മതി, ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഡിസൈൻ, നമ്മുടെ ഈ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഡിസൈൻ. അപ്പോൾ ഈ 2 ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഇനി നമ്മൾ വീണ്ടും ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ
ഈ എംബ്രോയിഡറി കംപ്ലീറ്റ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏത് നെക്കിൻ്റെ ഡിസൈനിലാണോ അങ്ങനെ ചുറ്റും നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് 3 എണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കി. ഒരേ ഡിസ്റ്റൻസിൽ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഷുഗർ ബീഡ്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. ഇപ്പം ഞാനിങ്ങനെ 2 എണ്ണം താഴെ 2 എണ്ണം മുകളിൽ നടുക്കൊരെണ്ണം അങ്ങനെ ഒരു ഓർഡറിലാണ് ഇതിങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. അതിപ്പം ഒറ്റയ്ക്ക് ഒരു ബീഡ് പിടിപ്പിക്കാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഓരോരോ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് നമ്മളിത് അവിടെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. കണ്ടോ, ഇതിങ്ങനെ ആ ബീഡ് എടുത്തു, പിന്നെ അവിടെ തന്നെ ഒന്നും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തു. ഈ ബീഡ് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ഡ്രസ്സും വേണമെങ്കിലും, സാരി ബ്ലൗസിൻ്റെ സ്ലീവിലോ എവിടെ വേണമെങ്കിലും, ചുരിദാറിൻ്റെ നെക്കിൻ്റെ ചുറ്റോ ഒക്കെ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ചുരിദാറിന് ഇടയ്ക്ക് ഒരു മേക്ക് ഓവർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊരു ബീഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് ബീഡ്സ് ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാൻ അറിഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ഇടയ്ക്ക് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടി റിച്ച് ലുക്ക് കിട്ടും. നമുക്ക് കുറച്ചും കൂടി ഒരു ഹെവി എംബ്രോയിഡറി വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഈ ഇടയ്ക്കുള്ള ബീഡ്സ് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ പ്ലാൻ ചെയ്തതുകൊണ്ട് അതങ്ങനെ ആ രീതിയിൽ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതേ എംബ്രോയിഡറി ഞാൻ എൻ്റെ ചുരിദാറിൽ ചെയ്തതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഓക്കെ, അപ്പം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട് മീ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.